അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ ഒരു 4-4:15 ആയപ്പോൾ തന്നെ നമ്മുടെ ടീമെല്ലാം റെഡിയായി. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി വിവരിച്ചിട്ട് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ഊർജ്ജസ്വലരും അതുപോലെ തന്നെ നല്ല അനുസരണാശീലമൊക്കെ ഉള്ള ട്രക്കേഴ്സുള്ള ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രക്ക് ലീഡ് ചെയ്യാനാണെങ്കിലും കൂടെ ട്രക്ക് ചെയ്യാനാണെങ്കിലൊക്കെ ഒരു പ്രത്യേക ആവേശമാണ്. ട്രക്കിൻ്റെ രണ്ടാം ദിവസം നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. മൊത്തം ക്യാമ്പിലെ ഫസ്റ്റ് ബാച്ച് നമ്മളാണ്. ഒരു ആവറേജ് സ്റ്റീപ്പാണ് തുടക്കത്തിലെങ്കിലും അത്യാവശ്യം നല്ല കല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിക്കും ടോർച്ചും നല്ലപോലെ നമ്മളെ സഹായിക്കും. ഈ ഇട്ടത്ത് ട്രക്ക് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക രസമുണ്ട്. സാധാരണ നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ ആളുകളെ മുഖം നോക്കിയിട്ടും ഒക്കെയാണല്ലോ നമ്മൾ ആളുകളെ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർ എവിടെയാണെന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ രാത്രിയാകുമ്പോൾ വെച്ചാൽ നമ്മൾ ശബ്ദം കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ ബാക്കിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവർ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതൊരു പ്രത്യേക അനുഭവമാണ്. ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് വെളിച്ചങ്ങനെ വരാൻ തുടങ്ങി. നമ്മൾ പറയുമ്പോൾ മലനിരകൾ ആ മറവൊക്കെ നീക്കി അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ പ്രദർശിപ്പിച്ചു തുടങ്ങി. മലയുടെ സൗന്ദര്യം അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഇതെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ ഏകദേശം ഒരു ശേഷപർവ്വതയുടെ ലോവർ പാർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ശേഷപർവ്വത അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 4:45 സ്റ്റാർട്ട് ചെയ്ത ട്രക്ക് ഇപ്പോഴും നമ്മൾ 13 മെമ്പേഴ്സും ഫുൾ എനർജിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സൂര്യോദയം അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഉദയം കാണുന്ന ഒരു പ്രത്യേകതരം സന്തോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ ഒരു ചെറിയ കൊച്ചുണ്ടാവുന്ന ഒരു സന്തോഷം. ഉദയത്തിൻ്റെ ഭംഗി കണ്ണും മനസ്സങ്ങനെ നിറച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാഗറിൻ്റെ അഭിപ്രായത്തിൽ ഇന്നിനി നമുക്ക് വയറ് നിറക്കാമെന്ന്. സാഗർ വീട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം കോഴിക്കോട്ടുകാർ വയറ് നിറക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ വയറ് നിറപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മിടുക്കന്മാരാണ്. അങ്ങനെ കുറച്ചുകൂടെ അങ്ങ് ട്രക്ക് ചെയ്തിട്ട് നമ്മുടെ ശേഷപർവ്വതയുടെ സൂയിസൈഡ് പോയിൻ്റ് സൈഡിലായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിരുന്ന്. ബിൻ അഡ്വഞ്ചേഴ്സ് അവരുടെ കണ്ടക്റ്റിംഗ് ഓഫ് ട്രക്കിൻ്റെ പ്രൊഫഷണലിസം അത് വീണ്ടും തെളിയിക്കണം. ഷെയറിങ് മൈ ഹാപ്പിനെസ് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് സിബിൻ. സത്യത്തിൽ ഇത് സൂയിസൈഡ് പോയിൻ്റ് അല്ല, അത് നമ്മൾ നൽകുന്നൊരു പേരാണ്. ശരിക്കും ഇതിനെ പറയുന്നത് ക്ലിഫ് മൗണ്ടൈൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ലോപ്പ് മൗണ്ടൈൻസ് എന്നൊക്കെയാണ്. ഇതിപ്പോൾ കഥ പറഞ്ഞിട്ട് വീഡിയോൻ്റെ നീളം വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ശേഷപർവ്വതത്തിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഇന്ന് രാവിലെ മുതൽ ഒരു 3.5 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ശേഷപർവ്വതത്തിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ട്രക്ക് കണ്ടിന്യൂ ചെയ്യും. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ വരുന്നത് കുമാരപർവ്വത.